യേശുക്രിസ്തു നിത്യജീവനും ദൈവവുമാണ്. തുടർന്ന് കർത്താവിന്റെ ദാസൻ പ്രഭ കെ സാമുവൽ വചനം സംസാരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ചില സാക്ഷ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഇന്ന് നാം ധ്യാനിക്കുവാനായി പോകുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തുന്നു. യേശു സത്യദൈവവും നിത്യജീവനും ആകുന്നുവെന്ന്. നമ്മുടെ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പല ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൂടെ നടന്ന, യേശുവിനെ കണ്ട, യേശുവിനെ അറിഞ്ഞ യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് യേശു സത്യ ദൈവമാണ് എന്നുള്ളത്. യേശു സത്യദൈവമാണെന്ന് യേശുവിന്റെ ഉയർപ്പിന് ശേഷം തോമസ് അപ്പോസ്തലനുമായിട്ടുള്ള സംഭാഷണത്തിൽ തോമസ് അപ്പോസ്തലൻ യേശുവിന്റെ പാദത്തിൽ വീണ് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന്. നമ്മുടെ യേശു സത്യദൈവവും നിത്യജീവനും ആകുന്നു. യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ ചില വെളിപ്പെടുത്തലുകൾ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, യേശുവിൽ ജീവനുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കൂടാതെ യേശുവിന്റെ പ്രഥമ ശിഷ്യനായ അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ 1 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയാണ്, യേശു ജീവനുള്ള കല്ലാകും. അവന്റെ അടുക്കൽ വന്ന നിങ്ങളും ജീവനുള്ള കല്ലുകൾ പോലെ. യേശു ജീവൻ നൽകുന്നവനാണ്, സമൃദ്ധിയായ ജീവൻ നൽകുന്നവനാണ്. തുടർന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ യേശുവിനെ പറ്റിയുള്ള യോഹന്നാന്റെ സാക്ഷ്യങ്ങൾ അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശു നമ്മുടെ മധ്യസ്ഥൻ, നമുക്കൊരു മധ്യസ്ഥനുണ്ട് എന്നുള്ളതാണ്. അതെ, പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതുമ്പോൾ 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ യേശു, യേശു നമ്മുടെ മധ്യസ്ഥനാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 34-ാം വാക്യത്തിലേക്ക് വരും. പൗലോസ് അവിടെ രേഖപ്പെടുത്തുകയാണ്, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന നമ്മുടെ യേശു. അതിനെക്കുറിച്ച് എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ്. എത്ര സന്തോഷകരമായ വചനങ്ങളാണിത്. കൂടാതെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവിടെ യോഹന്നാന്റെ സാക്ഷ്യം യേശു നിർമ്മലൻ ആണ് എന്നുള്ളതാണ്. നിർമ്മലൻ. അതുകൊണ്ടാണ് എബ്രായലേഖനം 7-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിൽ നമുക്കുള്ള മഹാപുരോഹിതൻ പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. അപ്പോൾ യേശുവിനെ നിർമ്മലനായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ കളങ്കമില്ലാത്ത കുഞ്ഞാടാണ്, അവൻ നിർമ്മലനാണ്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, അവൻ നിർമ്മലനാണ്. കൂടാതെ അടുത്ത സാക്ഷ്യം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ യേശു നീതിമാനാണ്, അവൻ നീതിമാനായ യേശു, അവനിൽ അനീതി ഒന്നുമില്ല. അത് പിലാത്തോസ് പോലും പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 24-ാം വാക്യം, ഈ നീതിമാന്റെ രക്തത്തിന് നീ കുറ്റമില്ല എന്ന് പിലാത്തോസ് യേശുവിനെ വിസ്തരിക്കുമ്പോൾ പറയുന്നു, അവൻ ഒരു നീതിമാനാണ്. എത്ര സന്തോഷകരമായ ഒരു വചനമാണ്. കൂടാതെ വീണ്ടും യോഹന്നാന്റെ സാക്ഷ്യം എന്താണ്? 1 യോഹന്നാൻ 4-ന്റെ 15-ാം വാക്യത്തിൽ
യേശു ദൈവപുത്രൻ, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. യേശുവിനെ ക്രൂശിക്കുന്ന ശതാധിപൻ, യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നടന്നതായിട്ടുള്ള പാറകൾ പിളരുന്നു, വിശുദ്ധന്മാരുടെ കല്ലറകൾ പിളരുന്നു. ഇത് കണ്ട് ശതാധിപൻ പറയുകയാണ്, ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള, യേശുവിനോടുകൂടെ സഞ്ചരിച്ച, യേശുവിനെ കണ്ട, യേശുവിനെ തൊട്ട, യേശുവിനെ അറിഞ്ഞ, തൻ്റെ യേശുവിനെ സ്നേഹിച്ച യോഹന്നാന്റെ സാക്ഷ്യം എത്ര ശക്തമാണ്. നമ്മുടെ കർത്താവ് അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്. ഈ ദൈവത്തെ അറിയുവാൻ, യേശുവിനെ അറിയുവാൻ, ഈ നിത്യജീവനെ കരസ്ഥമാക്കുവാൻ ദൈവം നമുക്കെന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ ദൈവമക്കളെ, അതേ, യേശു സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ജീവനാണ്. അത് മാത്രമല്ല, യേശു നമ്മുടെ മധ്യസ്ഥനാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന, നമ്മുടെ ആവശ്യങ്ങളെ പിതാവിനോട് അറിയിക്കുന്ന നല്ലൊരു മധ്യസ്ഥൻ. അത് മാത്രമല്ല, നമ്മുടെ യേശു നിർമ്മലനാണ്. അത് മാത്രമല്ല, നമ്മുടെ യേശു നീതിമാനാണ്. നമ്മുടെ യേശു ദൈവപുത്രനാണ്. നമ്മുടെ യേശു സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈ നല്ല യേശുവിനെ പിന്തുടരുവാൻ ദൈവം നമുക്കെന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സത്യദൈവത്തെ, നിത്യജീവനെയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശു സത്യദൈവമാണ്, അവൻ നിത്യജീവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ പകർന്ന് നിങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ യേശു ശക്തനാണ്. ഈ യേശുവിനെ പിന്തുടരാം, ഈ യേശുവിനെ നമുക്ക് ആരാധിക്കാം. അവൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അവരിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒത്തിരി ആശ്വാസമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കേണ്ട നമ്പർ +91 89 21 21 84. കൂടാതെ യൂട്യൂബിൽ കാണുന്നവർ കമന്റ് ബോക്സിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും. വീണ്ടും അടുത്ത ആഴ്ച കാണുവോളം കർത്താവിന്റെ കൃപ നമ്മുടെ എല്ലാം കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കും.